സ്നേഹിതരെ, സദൃശവാക്യ പുസ്തകത്തിൻ്റെ തുടർച്ചയായ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം ഇന്ന് അല്പസമയം ഒരുമിച്ച് ചിന്തിക്കുവാനായി സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. ഒരിക്കൽ കൂടി ഈ സദൃശവാക്യം ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു സവിശേഷതയാണ് പലപ്പോഴും നാം ചെയ്യുന്നതൊക്കെയും ശരി എന്നൊരു മിഥ്യാബോധം നമുക്കുണ്ടാവുക. ആ ശരിയിൽ നാം അഭിരമിക്കുമ്പോൾ പലപ്പോഴും അതനേകരുടെ കണ്ണുനീരിന് കാരണമായി തീരുന്നു. അത് കുടുംബങ്ങൾക്കുള്ളിൽ ഭിന്നതകളിലേക്കും അകൽച്ചയിലേക്കും കണ്ണുനീരിലേക്കും വഴിതെളിക്കുന്നു. അത് സമൂഹങ്ങളിൽ ഭിന്നതയും ഛിദ്രവും ഉണ്ടാക്കുന്നു. അത് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലേക്കും യുദ്ധങ്ങളിലേക്കും, അത് അനേകരുടെ പലായനത്തിലേക്കും ജീവഹാനിയിലേക്കും വഴിതെളിക്കുന്നു. ശരിയെന്ന തോന്നലുകളിൽ ജീവിക്കുന്ന മനുഷ്യൻ തൻ്റെ തോന്നലുകൾ തെറ്റാണെന്ന് പലപ്പോഴും തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്ന മനുഷ്യൻ. എന്നാൽ യഹോവ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവമാണ് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ് ജ്ഞാനി. ആത്മാക്കളെ തൂക്കി നോക്കുന്നൊരു ദൈവം. ദനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് വളരെ വ്യക്തമായി കണ്ടൊരു ലിഖിതത്തെ വ്യാഖ്യാനിക്കുവാനായി പ്രവാചകനെ വിളിക്കുന്ന ബെൽസസർ രാജാവിന്റെ ചിത്രം നാം കാണുകയാണ്. വളരെ വ്യക്തമായി ദർശകൻ കണ്ട ദർശനത്തിലെ രേഖ ഇതായിരുന്നു: മേനെ മേനെ തേക്കേൽ ഉപാസൻ. പ്രവാചകൻ അതിന് അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. തേക്കേൽ എന്നാൽ ദൈവം നിന്റെ ഹൃദയത്തെ അളന്നു നോക്കിയിരിക്കുന്നു, നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. മേനെ മേനെ തേക്കേൽ ഉപാസൻ എന്ന ആ ശ്രദ്ധേയമായ ലിഖിതത്തിന്റെ അർത്ഥവ്യാഖ്യാനത്തിൽ കുറവുള്ളവനായി കണ്ടതുകൊണ്ട് തന്നെ ദൈവം നിന്റെ രാജ്യത്വത്തിന്റെ ദിവസങ്ങളെ എണ്ണിയിരിക്കുന്നു. അത് അവസാനിക്കാറായിരിക്കുന്നു. വരുന്നതായിട്ടുള്ള എതിർകക്ഷികളുടെ ആത്യന്തിക വിജയത്തെക്കുറിച്ചും ബെൽസസറിന്റെ പരാജയത്തെക്കുറിച്ചും രേഖപ്പെടുത്തുന്ന ചിത്രം. നമ്മുടെ പ്രവൃത്തികൾ എന്തു തന്നെയായാലും ഹൃദയത്തെ തൂക്കി നോക്കുന്ന ദൈവ തിരുസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിനമുണ്ട് എന്നും ന്യായാധിപനായി ദൈവം ഇടപെടുന്ന ഒരു ദിവസം ഉണ്ട് എന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ് അവിടെ നാം കാണുന്നത്. ജീവിതത്തിന്റെ ശരിതെറ്റുകളെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ മാത്രമല്ല, ജീവിതം തന്നെ അമൂല്യമാണ്. നമുക്ക് മുമ്പിൽ ലഭ്യമായിരിക്കുന്ന സമയം പരിമിതമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെടിപ്പായി തോന്നുന്ന കാര്യങ്ങൾ, ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുകയല്ല, ഹൃദയത്തെ തൂക്കി നോക്കുന്ന ആ ദൈവം നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിൻ പ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ നമുക്കാകണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഈ അവിടെ നൽകുന്നത്. ദൈവത്തിൻ്റെ അളവുകോലിനാൽ അളക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾ കുറവുള്ളതായി കാണുന്നുവോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. ഇവിടെ
നാം ഏത് സ്ഥാനത്തിരുന്നാലും ശരി, ചക്രവർത്തിയായാലും ശരി, ആ സ്ഥാനമൊന്നും ദൈവ തിരുസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതിന് ഒരു അളവുകോലല്ല എന്ന ഓർമ്മപ്പെടുത്തലാണ്. ഏത് അധികാരത്തിൽ നാം അഭിരമിക്കുന്നുവോ ആ അധികാരത്തെ നീക്കം ചെയ്യുവാൻ ദൈവത്തിന് നിമിഷങ്ങൾ മതി എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. അഹങ്കാരത്തിന്റെ അനുഭവം വീഴ്ചയിലേക്കും താഴ്ചയിലേക്കും വഴിതെളിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും സ്വയം വിലയിരുത്തലിന്റെ, സ്വയവിമർശനത്തോടുകൂടിയുള്ള വിലയിരുത്തലിന്റെ ദിവസങ്ങളാകണമെന്നും ആ വിലയിരുത്തൽ രൂപാന്തരത്തിലേക്കും ദൈവപ്രതീക്ഷയിലേക്കും നമ്മുടെ ജീവിതങ്ങളെ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ വിശ്വാസത്താൽ രൂപപ്പെടുത്തുന്ന അനുഭവമാകണമെന്നും ഞാൻ ഈ നിരന്തരം ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കി ദൈവ തിരുസന്നിധിയിൽ സ്വീകാര്യരായി കണ്ട അനേകരുടെ ചരിത്രമാണ് വിശ്വാസത്തിന്റെ രേഖകളിൽ നാം കാണുന്നത്. വിശ്വാസത്താൽ അബ്രഹാം എവിടേക്ക് പോകുന്നുവെന്നറിയാതെ ദൈവവിളി ഉണ്ടായപ്പോൾ ഇറങ്ങി പുറപ്പെട്ട അനുഭവത്തിൽ അവന്റെ ഹൃദയത്തെ തൂക്കി നോക്കിയ ശ്രദ്ധേയമായ മറ്റൊരനുഭവം, തന്റെ ഏകജാതനായ പുത്രനെ താൻ വളരെ സ്നേഹിച്ച ഇസഹാക്കിനെ യാഗം കഴിക്കുവാനായി ദൈവം ആവശ്യപ്പെടുമ്പോഴാണ്. ഹൃദയത്തെ തൂക്കി നോക്കുന്ന ദൈവം അബ്രഹാമിന്റെ വിശ്വാസം ദൈവ തിരുസന്നിധിയിൽ സ്വീകാര്യമായി മാറുന്നത് കണ്ടു. ശമൂവേൽ ഇസ്രായേലിന് രാജാവിനെ തിരഞ്ഞ് ശൗലിന് പിൻഗാമിയെ തിരഞ്ഞു ചെല്ലുമ്പോൾ ഇശിയായുടെ ഭവനത്തിൽ ബാഹ്യമായി മല്ലന്മാരായി 1, 2, 3, 4, 5, 6, 7 പേർ. ഇവരല്ല എന്ന് പറയുമ്പോൾ ഇനി രാജ തിരുസന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യതയുള്ള, അല്ലെങ്കിൽ രാജാവായി തീരുവാൻ യോഗ്യതയുള്ള ആരുമില്ല. ഒരു സാധാരണ കാലിച്ചെറുക്കനാണ്, ആട്ടിടയ ചെറുക്കനാണ്. എന്നാൽ ശമൂവേൽ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യൻ ബാഹ്യമായത് നോക്കുന്നു, ദൈവമോ അകമയുള്ളത് അറിയുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. സെരാഫത്തിലെ വിധവയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നതായിട്ടുള്ള അനുഭവത്തിൽ ശ്രദ്ധേയമായി നാം കാണുന്നത് വളരെ വളരെ വ്യക്തമായി എലിയാ പ്രവാചകന് അവിടെ നൽകുവാനായി ഒന്നുമില്ലാതെ നിൽക്കുന്ന ആ വിധവയായ സ്ത്രീ, അവൾ കടന്നു ചെല്ലുമ്പോൾ എലിയാവിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നാം കാണുന്നത് ആ വീട്ടിലുണ്ടായിരുന്ന ഏക വസ്തുവിനെ, ഏക ബാക്കിയുള്ളവയെ കൊടുക്കുവാനായി മടിയില്ലാത്ത, യാതൊരു മടിയുമില്ലാത്ത ആ വിധവയുടെ ചിത്രമാണ്. ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവ തിരുസന്നിധിയിൽ സ്വീകാര്യയായി മാറുന്ന ഒരു സ്ത്രീയുടെ അനുഭവം. പുതിയ നിയമത്തിൽ നിത്യജീവൻ അവകാശിയായി തീരുവാൻ ആഗ്രഹിച്ചു വരുന്ന ചെറുപ്പക്കാരൻ ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു വരുന്നു എന്ന് മറുപടി പറയുമ്പോൾ ദൈവം നൽകുന്നതായിട്ടുള്ള, കർത്താവ് നൽകുന്നതായിട്ടുള്ള ഉത്തരമുണ്ട്. ഞാൻ നിന്നെ തൂക്കി നോക്കിയിരിക്കുന്നു എന്ന് ഉള്ളിൽ പറഞ്ഞുകൊണ്ടാകണം കർത്താവ് പറയുന്നത്. ഇനി ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക എന്ന്. സ്നേഹിതരെ, എന്നെയും നിങ്ങളെയും തൂക്കി നോക്കുന്ന ഒരു ദൈവ തിരുസന്നിധിയിൽ, ആ ദൈവത്തിന്റെ കൃപയുടെ തിരുസന്നിധിയിൽ നാം കുറവുള്ളവരോ? ഞാൻ വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നാം തിരിച്ചറിയേണ്ടുന്ന വളരെ ശ്രദ്ധേയമായ എന്നാൽ വളരെ ആഴമേറിയ ചില സത്യങ്ങളെ ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഒരു മനുഷ്യന്റെ സ്വയം വിലയിരുത്തൽ അതെപ്പോഴും ദൈവ തിരുസന്നിധിയിൽ സ്വീകാര്യമായ ഒരു യാഥാർത്ഥ്യം ആകണമെന്നില്ല. തൻ്റെ വഴികളെല്ലാം ഒരു വ്യക്തിക്ക് വെടിപ്പായി തോന്നിയേക്കാം. എന്നാൽ തനിക്ക് വെടിപ്പായി തോന്നുന്ന ആ യാഥാർത്ഥ്യങ്ങൾ ദൈവ തിരുസന്നിധിയിൽ വെടിപ്പാകണമെന്നില്ല. തിന്മ ഒരുപക്ഷെ തിന്മയാണെന്നറിയാതെ ചെയ്യുന്ന
ഒരു ഭാവമാണ് മനുഷ്യരിൽ പലപ്പോഴും. ദൈവം ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്നവനെന്ന്, തൂക്കി നോക്കുന്നവനെന്ന് അതിശക്തമായൊരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നാം കാണുന്നത്. ബാഹ്യ യാഥാർത്ഥ്യങ്ങളെക്കാൾ വളരെ ആഴമേറിയതാണ് യഹോവയുടെ വിലയിരുത്തൽ. പുറമേ ഭക്തിയുടെ മൂടുപടം അണിഞ്ഞു നടക്കുന്ന അനേകരെ നാം കാണുന്നുണ്ട്. പക്ഷേ ഒരു നാൾ അവരിലെ അന്തർലീനമായ അന്ധകാരം പുറം ലോകം കാണുമ്പോൾ, ഈ വ്യക്തിയെയാണല്ലോ ഞങ്ങൾ ഇതുവരെ ആദരിച്ചിരുന്നത് എന്ന് അവർ അറിയാതെ ചിന്തിച്ചു പോകുന്ന അവസ്ഥയിൽ ചെന്നെത്തുന്ന എത്രയോ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു പുസ്തകത്തിന്റെ പുറംതാൾ നോക്കി ആ പുസ്തകത്തെ ഒരിക്കലും വിലയിരുത്തരുത് എന്ന് പറയുന്ന അനുഭവം തന്നെയാണ്. തനിക്ക് ശരിയെന്ന് തോന്നുന്നത്, വെടിപ്പായി തോന്നുന്നത് മനുഷ്യൻ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴും അതിശക്തമായ ഒരു ഓർമ്മപ്പെടുത്തൽ ഇവിടെ നാം കാണുന്നത് യഹോവ ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്നവൻ, ആത്മാക്കളെ തൂക്കി നോക്കുന്നവൻ എന്ന് തന്നെയാണ്. പ്രവൃത്തികളെപ്പോലെ തന്നെ, ഒരുപക്ഷെ പ്രവൃത്തികളെക്കാൾ പ്രാധാന്യമുള്ളതാണ് ആ പ്രവൃത്തിയുടെ ഉദ്ദേശശുദ്ധി എന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു നല്ല പ്രവൃത്തി എന്ന് പുറമേ നമുക്ക് തോന്നിയേക്കാം, എന്നാൽ അതിൻ്റെ ഉദ്ദേശം ശരിയല്ല എങ്കിൽ, അതിൻ്റെ ഉദ്ദേശത്തിൽ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടെങ്കിൽ, അതിൻ്റെ ഉദ്ദേശത്തിൽ അഴിമതിയുടെ കറയുണ്ടെങ്കിൽ, ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറന്നുപോകരുത് എന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വയവഞ്ചന എന്ന ആത്മീയ അപകടത്തിന്റെ ഒരു ചിത്രം നമുക്ക് കാണാനായിട്ട് കഴിയും. പുറമേ മൂടുപടങ്ങൾ അണിയുവാൻ നമുക്കാകും. ഭക്തിയുടെ മൂടുപടം, വിശുദ്ധിയുടെ മൂടുപടം. എന്നാൽ ഭക്തിയുടെയും വിശുദ്ധിയുടെയും മൂടുപടങ്ങൾ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി ആണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്തൊരു ലോകം. ദൈവത്തെ വിറ്റ്, മതത്തെ വിറ്റ് ജീവിക്കുന്ന അനേകരെ നമുക്ക് ചുറ്റും കാണുവാൻ കഴിയുന്നൊരവസ്ഥ. ചൂഷണം ചെയ്ത് ജീവിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നൊരവസ്ഥ. ദൈവം ഹൃദയത്തെ തൂക്കി നോക്കുന്നു എന്നുള്ളത് സ്വയം വെടിപ്പായി ചെയ്യുന്നുവെന്ന് കരുതി കാര്യങ്ങൾ ചെയ്യുന്നവരുടെ മുന്നിൽ ജ്ഞാനി ഉയർത്തുന്ന ശ്രദ്ധേയമായ ഒരു ആത്മീയ വെല്ലുവിളി തന്നെയാണ്. ദൈവിക വിലയിരുത്തൽ അത് നീതി അധിഷ്ഠിതമാണ്. അത് മുൻധാരണകളാലല്ല, അത് ഒരു വ്യക്തിയുടെ ബാഹ്യ പ്രവർത്തികൾ കണ്ടിട്ടുമല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇവിടെ ശ്രദ്ധേയമാണ്. മനുഷ്യന്റെ മൂല്യങ്ങൾ ഓരോ വ്യക്തിയിലും അധിഷ്ഠിതമാണ്. അത് ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്നത് അപരന് ശരിയാകണമെന്നില്ല. ഒരാൾക്ക് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നിയേക്കാം, എന്നാൽ അതേ വഴികൾ തന്നെ ശരിയല്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം. ശരിയല്ല എന്ന് ഒരാൾക്കും ശരിയെന്ന് മറ്റൊരാൾക്കും തോന്നുന്ന അനുഭവത്തിലും നാം മറന്നുപോകരുത്, ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവമാണ്. ആത്മീയ അനുഭവത്തിൽ അവിടെ വിനയം അനിവാര്യമായി മാറുകയാണ്. ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി ദൈവ തിരുസന്നിധിയിൽ സ്വീകാര്യമാണോ? പഴയ നിയമത്തിൽ ഹാനോക്കിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവരെ ദൈവം പ്രതിഫലം നൽകുമെന്നും ഹാനോക്ക് വിശ്വസിച്ചു. യൂദായുടെ ലേഖനത്തിൽ ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് ന്യായാധിപതിയായി വരുന്നൊരു ദൈവമുണ്ട് എന്നുള്ള ഉറപ്പ് ഹാനോക്കിന് ഉണ്ടായിരുന്നു. ഹാനോക്കിന്റെ വിശ്വാസത്തെ, ഹാനോക്കിന്റെ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം തിരിച്ചറിയുന്നത്, താൻ ചെയ്ത പ്രവൃത്തികളിലൊക്കെയും ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചവനായിരുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നവനായിരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഹാനോക്കിനെ പോലെ തന്നെ
ഞാനീ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഹൃദയത്തെ തൂക്കി നോക്കുന്ന, ആത്മാവിനെ തൂക്കി നോക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ ദൈവത്തോട് നാം കണക്ക് ബോധിപ്പിക്കേണ്ടുന്ന ഒരു നാളെ ഉണ്ടാകും എന്ന് മറന്നുപോകരുത് എന്ന ചിന്തയാണ് ഇവിടെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന അമൂല്യമായ ഒരു നിധിയാണ് ജീവിതം. അതിനെ തച്ചുടച്ചു കളയാതെ ആ ജീവിതത്തിൽ ദൈവം തന്ന എല്ലാ അവസരങ്ങൾക്കും ഹൃദയത്തെ തൂക്കി നോക്കുന്നൊരു ദൈവത്തിന്റെ സന്നിധിയിൽ തലയുയർത്തി വിനയത്തോടെ നിൽപ്പാൻ നമുക്കാകണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ദൈവിക സഹായത്തോടെയാണ് ആത്മാർത്ഥമായ സ്വയം വിലയിരുത്തൽ സാധ്യമാകുന്നത്. ഈ സദൃശവാക്യം അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ ആരംഭിക്കുന്ന നീതിയെക്കുറിച്ചുള്ള ശക്തമായൊരു പ്രഘോഷണം മാത്രമല്ല, മറിച്ച് നമ്മുടെ തന്നെ ജീവിതത്തെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ സ്വയം വിലയിരുത്തുവാനുള്ള അതിശക്തമായ ഒരു ആഹ്വാനമാണ്. മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നിയേക്കാം. മകനെ, മകളെ, നിനക്കും നിന്റെ വഴികൾ ഒരുപക്ഷെ ശരിയെന്ന് തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ നീതിയുടെ മുന്നിൽ, ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ മുന്നിൽ, ദൈവത്തിൻ്റെ വെളിച്ചത്തിൻ്റെ മുന്നിൽ അവ യഥാർത്ഥത്തിൽ വെടിപ്പുള്ളത് തന്നെയാണോ എന്ന് നിന്റെ ചിന്തകൾ, നിന്റെ പ്രവൃത്തികൾ, നീ എഴുതുന്നവ, നീ ഇടപെടുന്ന രീതി, അവയൊക്കെയും ഹൃദയത്തെ തൂക്കി നോക്കുന്ന ദൈവ തിരുസന്നിധിയിൽ നിലനിൽക്കുന്നവ തന്നെയാണോ എന്ന് വിലയിരുത്തുവാനും കണ്ടെത്തുവാനും നമുക്കാകണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. യഹോവ ആത്മാവിനെ തൂക്കി നോക്കുന്നവനാണ്, ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിരന്തരമായ ഒരു ദൈവിക വിലയിരുത്തലുണ്ട്. ജീവിതത്തെ ശുഷ്കാന്തിയോടെ, ജീവിതത്തെ നീതിബോധത്തോടെ, ജീവിതത്തെ ധർമ്മബോധത്തോടെ, ജീവിതത്തെ സ്നേഹബോധ്യത്തോടെ, ജീവിതത്തെ അനുകമ്പയോടെ ജീവിക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നുവോ എന്ന് ദൈവത്തിൻ്റെ അളവുകോലുകളാൽ വിലയിരുത്തുവാനുള്ള തയ്യാറെടുപ്പാണ് മനുഷ്യൻ ആവശ്യം. ഞാനീ അതുകൊണ്ട് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്, നിനക്കൊരു പക്ഷേ നിന്റെ വഴികൾ വെടിപ്പുള്ളതായി തോന്നിയേക്കാം. എങ്കിലും ഒരു കാര്യം നീ മറന്നു പോകരുത്, ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനാണ് എന്നുള്ള യാഥാർത്ഥ്യം. പുറമേയുള്ള ബാഹ്യമായവ ഒരുപക്ഷെ സാധാരണക്കാരായ മനുഷ്യനെ പറ്റിക്കുവാൻ ഉതകുന്നതാകാം. പക്ഷേ നമുക്കൊരിക്കലും ദൈവത്തെ പറ്റിക്കുവാൻ കഴിയുകയില്ല എന്ന് നാം തിരിച്ചറിയണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ഉദ്ദേശങ്ങളെ അറിയുന്ന ദൈവം, ഉദ്ദേശശുദ്ധിയെ മാനിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നൊരു ദൈവമാണ്. നമ്മുടെ കാലുകളെ വഴി നടത്തുന്ന ഒരു ദൈവമാണ്. ആത്മാക്കളെ തൂക്കി നോക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കാപഠ്യത്തിന് യാതൊരു സ്ഥാനവുമില്ല എന്ന് നാം ഓർമ്മപ്പെടുത്തപ്പെടുകയാണ്. എബ്രായ ലേഖനത്തിൽ വിശ്വാസത്തിൻ്റെ നീണ്ട പട്ടിക വരച്ചു കാട്ടുമ്പോൾ ദൈവം ഹൃദയത്തെ തൂക്കി നോക്കിയ അനുഭവങ്ങളെ, ആ തൂക്കി നോക്കലിൽ വിജയിച്ച വ്യക്തിത്വങ്ങളെ പേർ ചൊല്ലി രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. കായിനും ഹബേലും യാഗം കഴിക്കുവാനായി പോയി. എന്നാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കിയ ദൈവം ഹാബേലിൻ്റെ യാഗത്തെ അംഗീകരിച്ചത് എന്തുകൊണ്ടാണ്? ബാഹ്യമായി ഇരുവരും യാഗത്തിൻ്റെ ഒരുപക്ഷെ എല്ലാ അംശങ്ങളിലും പങ്കാളികളായി. എന്നാൽ ഹൃദയത്തെ ആരാഞ്ഞറിയുന്ന ദൈവം ഹബേലിൻ്റെ യാഗത്തെ സ്വീകരിച്ചവനായി മാറി. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നവൻ. നോവ ദൈവത്തിൻ്റെ
കൽപ്പനയെ അനുസരിച്ചവൻ, ജനമൊക്കെയും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച അനീതിയുടെ കാലത്തിൽ ദൈവത്തെ മറക്കാതെ ദൈവതിരുസന്നിധിയിൽ ന്യായവിധി ഉണ്ടെന്ന ബോധ്യത്തോടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവതിരുസന്നിധിയിൽ സ്വീകാര്യനായി ജീവിച്ചു നോഹയും കുടുംബവും. ആ വിശ്വാസത്താൽ അവർ സകല ഭൂമിയിലെ മനുഷ്യരെയും ജീവനെയും രക്ഷിക്കുവാൻ കഴിയുന്ന പേടകമുണ്ടാക്കുവാൻ, ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഉതകുന്ന അനുഭവത്തിലേക്ക് ചെന്നെത്തുന്ന യാഥാർത്ഥ്യം, ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവതിരുസന്നിധിയിൽ സ്വീകാര്യനായി മാറിയ നീതിമാനായ നോവ. യാക്കോബിന്റെ അനുഭവം, ഏശാവിന്റെ അനുഭവം, ഇസഹാക്കിന്റെ അനുഭവം, യോസേഫിന്റെ അനുഭവം, അബ്രഹാമിനെ പോലെ തന്നെ സാറായിയുടെ അനുഭവം, തമാറിന്റെ അനുഭവം, വിശ്വാസത്തിന്റെ ലിഖിതമായ ചരിത്രത്തിൽ ഓരോന്നിലും ദൈവതിരുസന്നിധിയിൽ ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന, ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവതിരുസന്നിധിയിൽ സ്വീകാര്യമായ അനുഭവത്തിലേക്ക് കടന്നു ചെന്ന എത്രയോ പേരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെയാണ് ആത്മാക്കളെ തൂക്കി നോക്കുന്ന ദൈവത്തിന്റെ ആഴങ്ങൾ നാം തിരിച്ചറിയുക. മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടുവാൻ മനുഷ്യന് കഴിഞ്ഞേക്കാം. താൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരി എന്ന ബോധ്യത്തിൽ ശരിയല്ലാത്തവ ചെയ്യുവാൻ മനുഷ്യന് കഴിഞ്ഞേക്കാം. താൻ ചെയ്യുന്ന ശരിയല്ലായ്മ ശരിയെന്ന രീതിയിൽ അവതരിപ്പിച്ച് മറ്റുള്ളവരെ പറ്റിക്കുവാൻ മനുഷ്യന് കഴിഞ്ഞേക്കാം. കാപഢ്യത്തിന്റെ മൂടുപടത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിപ്പാൻ മനുഷ്യന് കഴിഞ്ഞേക്കാം. എന്നാൽ ദൈവതിരുസന്നിധിയിൽ കാപഢ്യങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന്, കപടതയുടെ ഈ മുഖ ആവരണങ്ങളെ വലിച്ചു നീക്കിക്കളയുന്ന ഒരു ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ സദൃശവാക്യത്തിന്റെ പൊരുൾ. സ്നേഹിതരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യമായ പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുന്നത്. എൻ്റെ ശരികൾ ദൈവതിരുസന്നിധിയിലും സ്വീകാര്യമായവ, ദൈവത്തിന് ഹിതകരമായവ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നുവെന്ന മിഥ്യാബോധത്തിൽ ഒരുപക്ഷെ നാം ജീവിക്കുകയായിരിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. അങ്ങനെയാവരുത്. ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന, ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് അതിശക്തമായി ഓർമ്മപ്പെടുത്തുന്ന അനുഭവം. ദൈവത്തിൻ്റെ അളവുകോൽ നീതിയിൽ അധിഷ്ഠിതമാണ്. അത് ബാഹ്യമായ ചടങ്ങുകളിൽ അധിഷ്ഠിതം അല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഒരുപക്ഷെ നാം പറയുവാൻ ശ്രമിച്ചേക്കാം, ഞാൻ ആരാധനയിൽ മുടക്കം വരുത്തുന്നില്ല, പരീശന്റെ പ്രാർത്ഥന പോലെ കാലത്തും വൈകിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു, നേടുന്നതിലൊക്കെയും പധാരം കൊടുത്തു വരുന്നു, സ്വയനീതീകരണത്തിന്റെ അനുഭവം. എന്നാൽ പാപിയായ മനുഷ്യൻ ദൂരത്ത് മാറി നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിക്കുമ്പോൾ അവന്റെ ഹൃദയത്തെ ആരാഞ്ഞറിഞ്ഞ് ആ ഹൃദയത്തിന്റെ ആത്മാർത്ഥതയെ കണ്ട് പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച മനുഷ്യന്റെ പ്രാർത്ഥനയെ സ്വീകരിക്കുന്ന കർത്താവിനെ, ദൈവ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. നാം പുറമേ കാട്ടുന്നതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളല്ല ദൈവതിരുസന്നിധിയിൽ സ്വീകാര്യതയുടെ അളവുകോൽ എന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം വിശുദ്ധിയെ മാനിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ പ്രകടനങ്ങളിലല്ല, പുറമെയുള്ള ലോകം കാണുവാൻ ശ്രമിക്കുന്ന അനുഭവങ്ങളിലല്ല, ഹൃദയത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ അറിയുന്ന ദൈവം, ഹൃദയത്തിൻ്റെ വിശുദ്ധിയെ അറിയുന്ന ദൈവം, വിശുദ്ധിയുടെ മൂടുപടങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ വ്യക്തിയെ, യഥാർത്ഥ വ്യക്തിയുടെ അസ്തിത്വത്തെ അറിയുന്നവനായിട്ടുള്ള ദൈവം. പുറമേ എല്ലാം
നല്ലത് എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ആന്തരികമായ ഉദ്ദേശങ്ങളെ തിരിച്ചറിയുന്ന ദൈവം, നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ കണക്കു പരിശോധനയ്ക്ക് വിധേയമാകുന്ന അനുഭവം, അത് ദൈനംദിന അനുഭവമാകണം. എ ഡെയിലി ഓഡിറ്റ് ഓഫ് അവർ ലൈഫ്സ് ബിഫോർ ഗോഡ്. സദൃശവാക്യങ്ങൾ 16 അധ്യായത്തിൻ്റെ 2 വാക്യം അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമായ ചില ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. നാം ശരിയെന്ന് കരുതി ചെയ്യുന്നവ ദൈവത്തിൻ്റെ അളവുകോലിൽ ഒരുപക്ഷെ ശരിയാകണമെന്നില്ല. ഞാൻ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഇന്ന് ദൈവം എന്നോട് പറയുന്ന സന്ദേശമാകാം. എന്നാൽ കൃപയുടെ ദൈവം രണ്ടാം ഊഴത്തിൻ്റെ ദൈവമാണ്, പുനരവസരങ്ങളുടെ ദൈവമാണ്. ജീവിതത്തെ പുനർക്രമീകരിക്കുവാനുള്ള ഒരു ആഹ്വാനമാകാം ഈ സദൃശവാക്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ കള്ളനോട് ഇന്നു നീ എന്നോടുകൂടെ പറുദീസായിരിക്കുമെന്ന് പറഞ്ഞതുപോലെ ഏതു നിമിഷവും രൂപാന്തരത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും സാഹചര്യവും അവസരവും ഒരുക്കുന്ന ദൈവം എന്നെയും നിങ്ങളെയും ഈ സദൃശവാക്യത്തിൻ്റെ ആഴമായ പൊരുളുകളിലേക്ക് ഇന്ന് ക്ഷണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പുത്തൻ ആരംഭത്തിന് വേണ്ടിയാണ്, രൂപാന്തരത്തിന് വേണ്ടിയാണ്, പുനരാരംഭത്തിന് വേണ്ടിയാണ്. സദൃശവാക്യങ്ങൾ 16 അധ്യായം അതിൻ്റെ 2 വാക്യം, മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. ഈ സദൃശവാക്യത്തിൻ്റെ അവഗാഹമായ പൊരുളുകൾ തിരിച്ചറിയുവാൻ ജ്ഞാനിയായ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.